ഇന്നത്തെ സ്വരലയം സെഗ്മെന്റിൽ നമ്മൾ ആദരിക്കുന്നത് മലയാളി അല്ലെങ്കിലും മലയാളികൾ പാടുന്ന പോലെ തന്നെ അത്രയും പെർഫെക്ഷനോടുകൂടി പാടിയിരുന്ന ഒരു ഗായിക ബി വസന്തമ്മയെ കുറിച്ചാണ്. യവന സുന്ദരി സ്വീകരിക്കുകേ പവിഴമല്ലിക പൂവുകൾ, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. വസന്തമ്മ ആന്ധ്രാപ്രദേശിൽ മച്ച്ലിപട്ടണം അവിടെയാണ് ജനിച്ചത്. വളരെ കുഞ്ഞിലെ മുതൽ തന്നെ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മദ്രാസിൽ വന്ന് പെൻഡിയാല നാഗേശ്വര റാവു എന്ന മ്യൂസിക് ഡയറക്ടറാണ് ആദ്യമായിട്ട് തെലുങ്ക് ഫിലിമിൽ വാഗ്ദാനം എന്ന തെലുങ്ക് ഫിലിമിൽ പാടിച്ചു. അതിനുശേഷം KV മഹാദേവൻ സാറിന് നിരവധി പാട്ടുകൾ പാടിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ പുകഴേന്തി സാറാണ് ആദ്യമായിട്ട് വസന്തമ്മയെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മുതലാളി എന്ന ഫിലിമില് പൊന്നാര മുതലാളിയും തുടങ്ങുന്ന ഒരു പാട്ടാണ് ആലപിച്ചത്. മലയാളത്തിൽ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും അമ്മയെക്കുറിച്ച് കൂടുതലും ക്വീൻ ഓഫ് ഹമ്മിങ്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ വളരെ നല്ല ഒരുപാട് പാട്ടുകൾക്ക് നമുക്ക് മറക്കാൻ പറ്റാത്ത വിധം നല്ല ഹമ്മിങ്സ് പാടിയിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നദികളിൽ സുന്ദരി യമുന, തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണെ, അങ്ങനെ നിരവധി പാട്ടുകളുണ്ട്. അതിലത്തെ ഹമ്മിങ്സ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും നല്ലതായിരുന്നു. അമ്മ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു ആൽബത്തിൽ പാടാനായിട്ടും ഞാൻ പാടിയിരുന്നു. അന്നൊക്കെ എന്റെ വീട് വരെ വന്ന് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്ന വളരെ നല്ലൊരു സ്നേഹമുള്ളൊരു വ്യക്തിയും കൂടെയാണ്. ഇന്ന് അമ്മയെ ആദരിക്കാനായിട്ട് ഞാനിവിടെ പാടുന്നത് 1970 റിലീസായ ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ഗാനം. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, പൂവിനു മുത്തം കൊടുക്കുന്ന കാർത്തിക രാത്രി. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു കാർത്തിക രാത്രി. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. കർപ്പൂരദീപത്തിൻ ഛായയിൽ കണ്ടു ഞാൻ നിന്റെ ആ സന്ധ്യയിൽ, ഏതോ മാസ്മര ലഹരിയിൽ എൻ മനം ഏകാന്ത മന്ദിരമായി, എൻ മനം ഏകാന്ത മന്ദിരമായി. അനുഗ്രഹീതയായ ഒരു ഗായികയാണ് ബി വസന്താമ്മ. എനിക്ക് വസന്താമ്മയുടെ കൂടെ പാടാൻ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ അടുത്ത് ഇടപഴകാനും ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ ദേവരാജൻ മാസ്റ്റർ വീട്ടിൽ വെച്ച് വസന്താമ്മയെ പരിചയപ്പെടുകയുണ്ടായി. എണ്ണത്തിൽ കുറവാണെങ്കിലും സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ് വസന്താമ്മ പാടിയിരിക്കുന്നത്. അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിനും സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വസന്താമ്മ ദാസേട്ടനോടൊപ്പം പാടിയ ഒരു ഗാനം. യൗവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ. യൗവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണു ഞാൻ, പ്രേമ തപസ്സിരുന്നവളാണു ഞാൻ.
സുന്ദരി. തിക്കും കൂരടിയാട്ടി തളിരു പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി. കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടി പുള്ളോനും പാടാൻ പോയി. 1988 എൻ്റെ മാസ്റ്ററായിരുന്ന ശ്രീ B.A. ചിദംബരനാഥ് മാസ്റ്റർ അമ്മയെ കൊണ്ടൊരു ഡിവോഷണൽ ആൽബം പാടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വോയിസ് മിക്സിങ്ങിനും അമ്മയ്ക്ക് പാട്ട് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അവരെ കാണാനും അവർ പാടുന്ന ഡയറക്റ്റ് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അമ്മ വളരെ ഒരു സാധുവാണ്. പിന്നെ നമ്മുടെ മലയാളത്തില് ഒരു എവർഗ്രീൻ ഹിറ്റായ തെക്കും കൂടാടിയാത്തി പാടാനായിട്ട് അമ്മയെ വിളിച്ചിട്ട് സ്റ്റുഡിയോയിൽ വരുമ്പോൾ, സാധാരണ അക്കാലത്തൊക്കെ ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ടാണ്, ഒരു ഉത്സവത്തിനുള്ള ആള് തിയേറ്ററിൽ കാണും. ഇന്നത്തെ പോലല്ല. ഇന്നത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ ആരും കാണത്തില്ല. റെക്കോർഡിംഗ് എഞ്ചിനീയറും മ്യൂസിക് ഡയറക്ടർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പണ്ട് അങ്ങനല്ല, ഒരു ഉത്സവം പോലെ ആയിരുന്നു റെക്കോർഡിങ്. ഇഷ്ടംപോലെ വയലൻസ്, ലാവിഷായിട്ട് ഓർക്കസ്ട്ര ഉണ്ടാവും. അപ്പൊ പാടാൻ തന്നെ ഒരു സുഖമാണ്. കാര്യം എപ്പോ ഈ ഗായകനാണെങ്കിലും ഗായികയാണെങ്കിലും അവർക്കൊരു ഒരു ഫുൾ പടം നമ്മുടെ പുറയിലുണ്ടെന്നുള്ള ഒരു ധൈര്യം ഈ ഫുൾ ഓർക്കസ്ട്രയിൽ പാടി അന്നത്തെ കാലത്തുള്ള സിംഗേഴ്സിന് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കിപ്പോ ഉള്ളവരൊക്കെ കഷ്ടമാണ്. അപ്പൊ അങ്ങനെ അമ്മ വരുമ്പോ ആകെപ്പാടെ സ്റ്റുഡിയോ തുറക്കുന്ന ആളും രണ്ട് ഇൻസ്ട്രുമെന്റും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ റെക്കോർഡിങ് ക്യാൻസലായി കാണും എന്ന് വിചാരിച്ചിട്ട് പോകാനിരിക്കുമ്പോഴാണ് ആ പാട്ടിൽ ആകെ 2 ഇൻസ്ട്രുമെന്റ് ഉള്ളൂ എന്ന് പറഞ്ഞതും ആ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പോ ഞാൻ അമ്മയുടെ നിങ്ങൾക്ക് എല്ലാ ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടാം. കാർത്തിക വിളക്കു കണ്ടു പോരുമ്പോൾ ഇനി കാമദേവൻ കൺമുനയാലേതല്ലോ. കാർത്തിക വിളക്കു കണ്ടു പോരുമ്പോൾ ഇനി കാമദേവൻ കൺമുനയാലേതല്ലോ. കോവിലിനരികിൽ ഏഴിലം പാലയാൻ കോമളയാമിനി താലം ചൂടി